4 പതിറ്റാണ്ടിലധികം നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് മുണ്ടക്കയം സബ് ട്രഷറിക്ക് ഇനി സ്വന്തം മന്ദിരം. സംസ്ഥാന സർക്കാർ 1.88 കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ ഓൺലൈനായി നിർവഹിച്ചു. സംസ്ഥാനത്തെ ട്രഷറി പ്രവർത്തനം ആധുനിക രീതിയിലുള്ള സജ്ജീകരണങ്ങളോടെ കൂടുതൽ കാര്യക്ഷമമാക്കിയതായി ട്രഷറി സംവിധാനം പൂർണ്ണമായും കമ്പ്യൂട്ടർവൽക്കരിച്ചതോടെ സാമ്പത്തിക ഇടപാടുകൾക്ക് കൂടുതൽ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സാധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ ധനകാര്യ ബിസിനസ്സുകൾ ചെയ്യുന്ന സ്ഥാപനമാണ് മുണ്ടക്കയം ട്രഷറി. ഈ ട്രഷറി 1983 മുണ്ടക്കയത്ത് ആരംഭിച്ചത്. പക്ഷേ ഇത്രയും കാലം വിവിധ കെട്ടിടങ്ങളിൽ, ആദ്യം ദേവസ്വം ബോർഡിൻ്റെ കെട്ടിടത്തിലും പിന്നീട് മറ്റൊരു കെട്ടിടത്തിലുമായി വാടകയ്ക്കാണ് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നും വളരെ സൗകര്യമുള്ള ഒരു കെട്ടിടത്തിലേക്ക് മാറാൻ സ്വന്തമായി ആസ്ഥാനം ഉണ്ടാക്കാനുള്ള ശ്രമം ജനങ്ങളാകെ ആഗ്രഹിച്ച് നടപ്പിലാക്കിയതാണ്. ട്രഷറി നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക സ്ഥിതിയുടെ, പ്രത്യേകിച്ചും സർക്കാർ സമ്പത്തിൻ്റെ പ്രധാന നട്ടെല്ലാണ്. കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, റിസർവ് ബാങ്ക് ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ശൃംഖലയാണ് ട്രഷറി. ഈ കുബേർ എന്ന് പറയുന്ന അതുൾപ്പെടെ വിവിധ സോഫ്റ്റ്വെയറുകൾ ഇതിൻ്റെ പ്രവർത്തനത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വളരെ കൃത്യമായി എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടാണ് നമ്മുടെ സർക്കാർ ട്രഷറി പ്രവർത്തിക്കുന്നത്. അതിനകത്ത് സെക്യൂരിറ്റി കാര്യങ്ങളിലും പണ്ട് ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ സെക്യൂരിറ്റി കാര്യങ്ങൾ, നമ്മുടെ കമ്പ്യൂട്ടറൈസേഷൻ വന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധ സെക്യൂരിറ്റി കാര്യങ്ങളും എല്ലാം ഉറപ്പാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഓൺലൈൻ ബാങ്കിങ് പോലെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇല്ല എന്നൊഴിച്ചാൽ നിലവിലുള്ള റിസർവ് ബാങ്ക് അനുവദിക്കുന്ന മറ്റ് കേന്ദ്ര ധനകാര്യ വകുപ്പിൻ്റെ ഉൾപ്പെടെ നിയന്ത്രണത്തിലുള്ള നിയമങ്ങൾ അനുസരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ട്രഷറി നടക്കാറുണ്ട്. പൂഞ്ഞാറമ്മിൽ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. ഒരുപക്ഷെ എല്ലാ ആളുകളും ഒരേപോലെ എത്തിച്ചേരേണ്ട പഞ്ചായത്ത് പോലെയോ വില്ലേജ് ഓഫീസ് പോലെയോ ഒരു സ്ഥാപനമല്ല. പക്ഷേ നമ്മുടെ നാടിൻ്റെ മുഴുവൻ വികസന പ്രവർത്തനങ്ങളുടെയും മുഴുവൻ ക്ഷേമ പ്രവർത്തനങ്ങളുടെയും പ്രഭവ സ്ഥാനം, അതിൻ്റെ എല്ലാം കേന്ദ്ര സ്ഥാനമാണ് ട്രഷറി. നാട്ടിൽ എന്ത് വികസനം നടക്കണമെങ്കിലും, ഏത് ക്ഷേമ പ്രവർത്തനം നടക്കണമെങ്കിലും പൊതു ഖജനാവിൻ്റെ ഓരോരോ നാട്ടിലെയും കൗണ്ടറുകളാണ്, അതിൻ്റെ ജനങ്ങളിലേക്കുള്ള ഓപ്പണിങ്സ് ആണ് ട്രഷറികൾ എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ നാട്ടിലെ പെൻഷനായ ആളുകൾ എന്ന് പറയുമ്പോൾ ജീവിതകാലം മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി സേവനമനുഷ്ഠിച്ച, വലിയ ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങൾ നടത്തി നമ്മുടെ നാടിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിലും വളർച്ചയിലും പുരോഗതിയിലും തങ്ങളുടെ ജീവിതം കൊണ്ട് പങ്കുവഹിച്ച ഭാഗഭാക്കായ ആളുകളാണ് നമ്മുടെ പെൻഷൻകാർ. അവരെല്ലാവരും ജീവിതത്തിൽ വിരമിക്കലിന്, ഔദ്യോഗിക ജീവിതത്തിൽ നിന്നുള്ള വിരമിക്കലിന് ശേഷം, പണ്ട് രാജഭരണകാലത്ത് അടത്തൂൺ പറ്റുക എന്ന് പറയും, ഇപ്പോൾ അതിന് പെൻഷൻ എന്നാണ് പരിഷ്കരിച്ച പേര്. അവരുടെ ഉപജീവനത്തിനുള്ള ആ ചെറിയ വേതനം, പ്രതിഫലം വാങ്ങുന്നതിന് വേണ്ടി ഇപ്പോൾ അത് ഓൺലൈൻ ട്രാൻസ്ഫർ ഒക്കെ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും അവർക്ക് നേരിട്ടേണ്ടി വരും. അപ്പോൾ പ്രായാധിക്യമുള്ള ആളുകളെല്ലാം വരേണ്ടി വരും. നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനത്തിനുള്ള പണം, മറ്റെല്ലാ കാര്യങ്ങളും. മുണ്ടക്കയത്തെ ഈ ട്രഷറി യാഥാർത്ഥ്യമായപ്പോൾ ഈ നാടിന്റെ ഒരു സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെട്ടത്. നമുക്കറിയാം, ഈ ട്രഷറി ആരംഭിച്ചിട്ട് 43 വർഷമായി. 1980കളിൽ ആരംഭിച്ചതാണ്. അന്ന് മുതൽ ഇന്ന് വരെ മാറി മാറി വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കാനായിരുന്നു ഈ ട്രഷറിയുടെ ദുര്യോഗം അല്ലെങ്കിൽ നിയോഗം. ഇവിടെ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ഏതൊരാൾക്കും വളരെ നിഷ്പ്രയാസം എത്തിച്ചേരാവുന്ന സ്ഥാനത്ത് വളരെ സൗകര്യപ്രദമായ രീതിയിൽ ഇങ്ങനെ ഒരു ട്രഷറി സ്ഥാപിക്കാൻ കഴിഞ്ഞതിലുള്ള അഭിമാനവും സന്തോഷവും ചാരിതാർത്ഥ്യവും ഞാൻ ഈ അധ്യക്ഷ പ്രസംഗത്തിൽ പങ്കുവയ്ക്കുകയാണ്. അതിൽ ആദ്യം ട്രഷറി വകുപ്പ് ഡയറക്ടർ വി സാജൻ സ്വാഗതം അർപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസമ്മ മാത്യു മുഖ്യ പ്രഭാഷണം നടത്തി. ഡെപ്യൂട്ടി ഡയറക്ടർ KP ബിജുമോൻ റിപ്പോർട്ടും അവതരിപ്പിച്ചു. കോരിത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പീതാംബരൻ, പഞ്ചായത്ത് അംഗങ്ങളായ CV അനിൽകുമാർ, താര മോബി, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ MG രാജു, PK പ്രദീപ്, സുലോചന സുരേഷ്, ചാർലി കോശി, S അനൂപ്, KGO അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് അംഗം സതീഷ് ജോർജ്, KSPU മുണ്ടക്കയം യൂണിറ്റ് പ്രസിഡന്റ് KA ദേവസ്യ,
KSSPA പ്രസിഡന്റ് ജെ ജോൺ, സ്വാതന്ത്ര്യ സമര സേനാനി രവീന്ദ്രൻ വൈദ്യർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ജില്ലാ ട്രഷറി ഓഫീസർ വിൻസി ഉമ്മൻ കൃതജ്ഞതയും അർപ്പിച്ചു. ആധുനിക സൗകര്യങ്ങളോടെ സജ്ജീകരിച്ചിരിക്കുന്ന ഈ മന്ദിരം പ്രദേശത്തെ പെൻഷൻകാർക്കും മറ്റ് സേവന ഉപഭോക്താക്കൾക്കും വലിയ ആശ്വാസമാകും.